ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് ഡീഹ്യൂമിഡിഫയറിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല എന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേയിൽ ഒന്നും ഷോ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ പാനൽ ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും മനസ്സിലായി, ഇത് SSR ടൈപ്പിലാണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഹീറ്ററും അതുപോലെ ബ്ലോവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹീറ്റർ. അതിനുശേഷം താഴെ ഒരു ബ്ലോവർ കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലോവർ ത്രൂ ആണ് നമ്മുടെ ഹോട്ട് എയർ ഈ ടാങ്കിലേക്ക് ഇൻജക്ട് ആവുന്നത്. അതിനുശേഷം നമുക്കൊന്ന് പാനൽ ബോക്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യണം, അതായത് പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പാനൽ ബോക്സ് ഓപ്പൺ ചെയ്തു. സപ്ലൈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോളിൽ ഇൻപുട്ട് വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ഡാമേജ് ആയിട്ടുണ്ട്. അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ടെമ്പറേച്ചർ കൺട്രോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ SSR മോഡിൽ വേണം വയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ SSR ആണ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ കൺട്രോളർ മൗണ്ട് ചെയ്തു, അതിന്റെ വയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്തതിനു ശേഷം കുറച്ച് സെറ്റിംഗ്സ് കൂടെ ചെയ്യേണ്ടതുണ്ട് ഈ ടെമ്പറേച്ചർ കൺട്രോളിനകത്ത്. എങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിനായിട്ടൊരു പാരാമീറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഈ കാണുന്ന റെഡ് ബട്ടണിൽ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ മോഡ് വരും, പാരാമീറ്റർ സെറ്റിംഗ്സ് വരും. അങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരേ ഒരു പാരാമീറ്റർ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. ഇതിപ്പോ റിലേ മോഡിലാണ് കിടക്കുന്നത്. അതിന് നമ്മൾ ചേഞ്ച് ചെയ്ത് SSR മോഡിലേക്ക് ആക്കണം. കാരണം നമ്മൾ SSR വയറിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നോർമൽ പൊസിഷനിലേക്ക് വരും. അതിനുശേഷം നമുക്ക് നോക്കാം നമ്മുടെ SSR വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് പ്രോസസ് എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ സ്വിച്ച് ടേൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും SSR ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ SSR പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റെഡ് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അത് കട്ട് ഓഫ് ആവുന്നുണ്ടോ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 88 ആയിട്ടുണ്ട്. എക്സാക്ട് 90 അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് സാധാരണ സംഭവിക്കാറുണ്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് 90 തന്നെ നമുക്ക് കറക്റ്റ് കട്ടൗട്ട് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കുവാനും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.